ഹായ് എവരി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം ചിലപ്പം നല്ലൊരു ശതമാനം കുട്ടികളും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പം കംപ്ലീറ്റ്ലി അത് ഉൾക്കൊള്ളാനുള്ള മനസ്സൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. +1 +2 ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, എസ്പെഷ്യലി +2 ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, +2 ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ സ്കൂളുകളിൽ നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സബ്ജക്റ്റുകളുടെ തുടക്ക ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവത്തുള്ളൂ. ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ചിലപ്പം +2 ഫിസിക്സ് പഠിച്ചവർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 1 2 1 ചിലപ്പം തീരാറായിക്കാണ് 2 എത്തിയിട്ടുണ്ടാവത്തുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് +2 ബോർഡ് എക്സാമിന് ശേഷം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് സയൻസ് സ്ട്രീമിലൂടെ തന്നെയാണ് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇൻ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതേണ്ടി വരും. അത് നീറ്റോ ജെഇഒ മാത്രമൊന്നും അല്ല, ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതേണ്ടി വരും. അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണം. എനിക്ക് ജസ്റ്റ് ഫുൾ A+ഓ ഫുൾ A1ഓ വാങ്ങുന്നത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് പ്രോപ്പറായിട്ട് സബ്ജക്റ്റ് പഠിച്ച് നല്ലൊരു സ്കോർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പിന്നെ ഞാനൊരു കാര്യം കൂടി എടുത്ത് പറയുന്നു. നമ്മൾ എഡ്യൂക്കേറ്റർ ലേണിംഗ് എന്ന സ്ഥാപനം ജസ്റ്റ് ബോർഡ് എക്സാമിന് വേണ്ടിയോ അല്ലെങ്കിൽ എൻട്രൻസിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു ചാനലല്ല. ഒരു പാഷൻ, ഒരു കരിയർ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യണം, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ മനസ്സുള്ള, അത് എൻട്രൻസ് ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ജെഇ ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, ക്യുവറ്റ് ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആയിക്കോട്ടെ, എങ്ങനത്തെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഓൾവേസ് വെൽക്കം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലുള്ള പല സ്കൂളുകളിലും കരിയർ ഗൈഡൻസിന്റെ സെഷൻസ് നടത്താറുണ്ട്. ഇപ്പൊ റീസെന്റ് കൊച്ചിയിലുള്ള ഒരു സ്കൂളില് നമ്മൾ ഒരു സുസുന്ദരമായ സ്കൂളിൽ പോയി അങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ ഈ വീഡിയോ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സെഷൻ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ സെഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികൾ വണ്ടർഫുൾ ഓഡിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു. 1 മണിക്കൂറായിരുന്നു സെഷൻ അലോട്ട് ചെയ്തത് സ്കൂളുകാർ. സ്കൂളിന്റെ സൈഡിൽ നിന്ന് നമുക്ക് 1 മണിക്കൂർ അലോട്ട് ചെയ്തു. പക്ഷെ ഞാൻ സെഷൻ എടുത്ത് വന്നപ്പോൾ 2 മണിക്കൂർ പോയി. കാരണം ആ കുട്ടികൾ അത്രയും ഇന്ററാക്റ്റീവ് ആയിരുന്നു, അടിപൊളി കുട്ടികളായിരുന്നു. നമ്മൾ പറയുന്നത് കേട്ടിരുന്ന് അവർ ഭയങ്കര താല്പര്യം കാണിച്ചൊരു വിദ്യാർത്ഥികളായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ സെഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അവരോട് ലാസ്റ്റ് അവർക്ക് കൊടുത്തൊരു പ്രോമിസ്, ഈ വരുന്ന 1 വർഷക്കാലം എങ്ങനെ പഠിക്കണം അതിന് പറ്റുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ തയ്യാറാക്കി തരാം. ഒരു ടൈം ടേബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രോപ്പറായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നല്ല, എന്നാലും ഒരു ഓവറോൾ ഒരു സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കാം എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അപ്പൊ ഈ വീഡിയോ എസ്പെഷ്യലി അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും, നമ്മുടെ ചാനലിൽ കാണുന്ന, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഇൻ ഫ്യൂച്ചറിൽ ചാനലിലേക്ക് എത്തുന്ന നിങ്ങളോട് എല്ലാവരോടുമാണ് പറയുന്നത്, നമ്മൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. എന്തിന് അവസാന ഘട്ടത്തേക്ക് പഠിക്കാൻ വെക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഫുൾ A+ഓ ഫുൾ A1ഓ ആണ് വേണ്ടതെങ്കിൽ അത് ഒരൊറ്റ മാസത്തെ പഠിത്തമേ ഉള്ളൂ. ഒരൊറ്റ മാസം വരേക്ക് പഠിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഫുൾ A+ഓ ഫുൾ A1ഓ ആകരുത്. സബ്ജക്റ്റ് മര്യാദയ്ക്ക് മനസ്സിലാക്കി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അതേ പാത്തിലൂടെയുള്ള നല്ലൊരു കരിയർ ചൂസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അതിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി മനസ്സിലാക്കി വരാം. ആദ്യം നമ്മുടെ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ടാർജറ്റ് വെക്കുക. നമ്മുടെ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് സ്കൂൾ പോർഷൻസ് കവർ ചെയ്യണം, അത് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തണം, അതേപോലെ അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണം. ഇതാണ് നമ്മുടെ ടാർജറ്റ്. +2 ശേഷം അല്ലെങ്കിൽ +2 സ്കൂൾ പോർഷൻസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുക, റിവിഷൻ എനിക്ക് പ്രോപ്പറായിട്ട് നടക്കണം, എനിക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതണം. അപ്പൊ ഇതാണ് നിങ്ങളുടെ ടാർജറ്റ് എങ്കിൽ നിങ്ങളുടെ സിലബസ് NCERT ആണ്. നിങ്ങളുടെ സിലബസ് NCERT ആണ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇനി അടുത്ത നമ്മളുടെ ഫോക്കസ്, നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതൊരു കോമ്പറ്റീറ്റീവ്, നിങ്ങൾ മേ ബി നീറ്റ് ആയിരിക്കാം, ജെഇ ആയിരിക്കാം, ND എക്സാം എഴുതാം, ഏതുമായിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും വെയിറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത് മാത്ത് സബ്ജക്റ്റിനായിരിക്കണം. ഏറ്റവും വെയിറ്റേജ്, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സ്കൂളിങ്ങിൽ നിങ്ങൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ട സബ്ജക്റ്റ് മാത്ത് ആയിരിക്കണം. ഇനി നിങ്ങളൊരു നീറ്റ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ മാത്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളൊരു ജെഇ എക്സാം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് എക്സാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ബയോളജി വെറുതെ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾ മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്ലിയർ? അത് കഴിഞ്ഞ് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്ട് ഫിസിക്സ് ആണ്, ദെൻ കെമിസ്ട്രി,
ഒബ്വിയസ്ലി ഇംഗ്ലീഷിന് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം, പിന്നെ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ, ഹിന്ദിയോ മലയാളമോ ഒക്കെ ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മാത്സ്. നീറ്റ് എക്സാം ആണ് ഫോക്കസ് എങ്കിൽ ബയോളജി, സെക്കൻഡ് പ്രയോറിറ്റി ഫോർ ഫിസിക്സ്, തേർഡ് പ്രയോറിറ്റി ഫോർ കെമിസ്ട്രി. ഇങ്ങനെ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊരു സബ്ജക്ട് പഠിക്കാനിരിക്കുന്നു, അപ്പോൾ ഉറപ്പായിട്ടും യു ഷുഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട്. ഏതൊരു ചാപ്റ്റർ പഠിച്ചാലും നിങ്ങൾ ആ ചാപ്റ്ററിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ തയ്യാറാക്കണം. ഇപ്പൊ ടീച്ചേഴ്സ് ക്ലാസ്സിൽ നോട്ട് തരുന്നുണ്ടാവും, അത് നിങ്ങൾ ലെക്ചർ നോട്ട് പോലെ എഴുതുന്നുണ്ടാവാം, നിങ്ങൾ ട്യൂഷൻ സെന്ററിൽ പോയി പഠിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകളുടെ നോട്ട് എഴുതാം, ചിലപ്പോൾ നിങ്ങൾ ഞങ്ങളെ പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ചാനലുകളോ യൂട്യൂബ് ചാനലുകളിലോ ഓൺലൈൻ സ്ഥാപനങ്ങളിലോ നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം, ഏതെങ്കിലും എഡ്ടെക് പ്ലാറ്റ്ഫോമുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്ത് സംഭവിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തം നോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഇപ്പൊ ഞാൻ ഫിസിക്സ് അധ്യാപകനായതുകൊണ്ടാണ് ഫിസിക്സ് എക്സാമ്പിൾ എടുത്ത് വെച്ച് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞ് സെക്കൻഡ് നമ്മൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ആദ്യം തുടങ്ങുന്ന സാധനം എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പൊ അവിടെ ടൈപ്പ് ഓഫ് ചാർജ്, എന്താണ് ചാർജ്, ടൈപ്സ് ഓഫ് ചാർജ്, ചാർജിന്റെ യൂണിറ്റ്, ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല, അതെല്ലാം ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തു വരുന്നു. അത് കഴിഞ്ഞ് നേരെ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസും പഠിച്ചു കഴിഞ്ഞ് നേരെ മെത്തേഡ് ഓഫ് ചാർജിങ്, അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ എല്ലാം ഇപ്പൊ വാട്ട് ഈസ് ചാർജ്, ചാർജ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഓഫ് എന്നൊന്നും പറഞ്ഞ് എഴുതണ്ട. വാട്ട് ഈസ് ചാർജ്, ഒറ്റ ലൈനിൽ ഒരു ആൻസർ. അതായത് നമുക്ക് നാളെ ഇത് റീകളക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം അതിനെ മാറ്റുക. അപ്പം അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ഫോർമുല ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് എന്താ പറയുന്നത്, സയൻസ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. നിങ്ങൾക്കും ഷോർട്ട് നോട്ട് എഴുതാം. ഫോർമുല ഉള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അതിന് ഫോർമുല ഷീറ്റ് തയ്യാറാക്കാം. നിങ്ങൾക്ക് സ്വന്തമായി മോക്ക് ടെസ്റ്റുകൾ എഴുതാം. മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുത്താൽ ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. വാട്ട് ഈസ് ഇന്നത്, എക്സ്പ്ലെയിൻ അബൌട്ട് ഇന്നത്, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇന്ന സാധനം എന്നും പറഞ്ഞൊരു മോക്ക് ടെസ്റ്റ് നമുക്ക് എഴുതാം. പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ നീറ്റ് ജെഇ പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PYQ എടുക്കാം. പക്ഷെ അതിന്റെ PYQ തുടക്കത്തിലേ എടുക്കണ്ട. ആദ്യം ബോർഡ് എക്സാം NCERT സെറ്റ് ആക്കിയതിനു ശേഷം അതിലേക്ക് പോയാൽ മതി. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ട, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കുറെ ക്വാളിറ്റികളുണ്ട്. അതിൽ ബേസിക്കലി നിങ്ങൾക്ക് വേണ്ട ഒരു 5 ക്വാളിറ്റിയാണ്. ഒന്ന്, കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമുക്ക് ഭയങ്കര കൺസിസ്റ്റൻസി വേണം. നമുക്ക് നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. നിങ്ങൾ 100% ഒരു നല്ല ഡിസിപ്ലിൻ വേണം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. നമുക്ക് നല്ല പേഷ്യൻസ് വേണം. അതൊക്കെ ശരിയാണ്. പക്ഷെ കൺസിസ്റ്റൻസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ത്രൂ ഔട്ട്. ഇന്ന് പഠിക്കണം, നാളെ പഠിക്കണം, അല്ലാതെ ഇന്ന് പഠിച്ചു പിന്നെ 3 ദിവസത്തേക്ക് പഠിച്ചില്ല, പിന്നെ 5 ദിവസത്തേക്ക് പഠിച്ചു, പാടില്ല. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതെന്തായാലും നിങ്ങൾ നിലനിർത്തുക. അടുത്ത ഞാൻ രണ്ടാമത് കൊടുത്ത കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞില്ല. അതായത് നിങ്ങളോട് ഏതൊരു അധ്യാപകൻ, സ്കൂളിലെ അധ്യാപകനായിക്കോട്ടെ, ട്യൂഷൻ സെന്ററിലെ അധ്യാപകനായിക്കോട്ടെ, ഇൻക്ലൂഡിങ് ഞാൻ എൻട്രൻസിന് പഠിപ്പിക്കുന്ന ഞങ്ങളെ പോലത്തെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വ്യക്തിയും ആയിക്കോട്ടെ, ഒരു സാധനം അങ്ങോട്ട് പഠിപ്പിച്ച് തന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല അതൊന്നുകൂടെ പറയൂ. അതുപോലെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാമ്പിളുകൾ, അപ്പൊ അത് നമുക്ക് അവിടെ നമുക്ക് ഹൗ, വൈ, വാട്ട്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് തിരിച്ച് ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് വളരെ ഇന്ററാക്റ്റീവ് ആക്കുന്ന ക്ലാസ് റൂം ആക്കി മാറ്റുക. അവിടെ നിന്ന് ആ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോകാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് വേണം. ക്ലാസ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ക്ലാസ്സിൽ നിന്ന് പഠിച്ചു പോയ സാധനത്തിന് പിന്നെ നമ്മളൊരു നല്ല റിവിഷനിലൂടെ വീട്ടിൽ പോയിരുന്നൂടെ നിങ്ങൾ പഠിക്കുക. അതിന് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ വേണം. ഇനി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവില്ല. അതൊരു പഠിക്കുന്ന വിദ്യാർത്ഥി എന്നല്ല, ഇതൊരു ജോലി ചെയ്യുന്ന, ഒരു ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ്. ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ടി വി കാണാമോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടി വി കാണാം, നിങ്ങൾക്ക് കാണാം, അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഗെയിം കളിക്കണം, നിങ്ങൾക്ക് ഗെയിം കളിക്കാം. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ തോന്നുന്നു, നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വോളിബോൾ കളിക്കണം, നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളവരാണോ? ബാഡ്മിന്റൺ കളിക്കാൻ ഇഷ്ടമുള്ളവരാണോ? കരാട്ട ക്ലാസ്സിന് പോകുന്നവരാണോ? കളരിക്ക് പോകുന്നവരാണോ? പൊക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനൊരു സ്പെസിഫിക് ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ മാത്രം അതിനു വേണ്ടി പണിയെടുക്കുക. ആ ടൈമിൽ മാത്രം അതിനു വേണ്ടി പണിയെടുക്കുക. ക്രിക്കറ്റ് കളിക്കാൻ 1 മണിക്കൂർ പോകുന്നവൻ ക്രിക്കറ്റ് കളിച്ചേച്ച് വന്നിട്ട് പിന്നെ വിരാട് കോഹ്ലിയുടെ വീഡിയോ ഇരുന്നൂടെ കണ്ടാൽ അത് തെറ്റ്. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയെ പറ്റി ആലോചിച്ചു, പ്രശ്നമില്ല. പക്ഷെ അതാ പറഞ്ഞ ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ്. നമുക്ക് ബാക്കി ഡിസ്ട്രാക്ഷൻസ്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കാണും, ഫേസ്ബുക്ക് കാണും. ഫേസ്ബുക്ക് കാണത്തില്ല, ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയാസ്. അപ്പൊ അതിനൊക്കെ സ്പെസിഫിക് ഒരു ടൈം ഫിക്സ് ചെയ്യുക. അല്ലാത്ത സമയത്ത് ഇരുന്ന് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. ക്ലിയർ? ഇനി അടുത്ത് നമുക്ക് അതിന് പറ്റുന്ന ഒരു ടൈം ടേബിൾ നമുക്ക് നോക്കാം. മൺഡേ ടു സാറ്റർഡേ. ഞാൻ സൺഡേ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിക്കോട്ടെ, തുടക്കമല്ലേ, നിങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തണമല്ലോ എന്ന് പറഞ്ഞാൽ സൺഡേ ഇട്ടിട്ട് പോലും ഇല്ല. ഒരു വീക്ക് ഡേ, ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട പണികൾ, വേക്കപ്പ്, ഫ്രഷപ്പ്, ഒരു ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാൻ. നിങ്ങൾക്ക് രാവിലെ നേരം വെളുത്തെ എഴുന്നേൽക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ഒരു ലൈറ്റ് എക്സസൈസോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. രാവിലെ ഓടാനൊക്കെ പോകാം. സെൽഫ് സ്റ്റഡി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിനൊക്കെ ഒരു ടൈമിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രാവിലെ 5 മണി തൊട്ട് 5:30 വരെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാനും ഫ്രഷ് ആവാനും ഒക്കെ ഉള്ള സമയം. 5:30 തൊട്ട് ഒരു 6:15 വരെ പോകണമെന്നില്ല. 5:30 തൊട്ട് ഒരു 6 മണി വരെ മതി. ഒരു അരമണിക്കൂറത്തെ എക്സസൈസോ മെഡിറ്റേഷൻ, യോഗയോ ഓടാനോ ചാടാനോ ഒക്കെ പോവുക. അത് കഴിഞ്ഞ് 6:15 അല്ലെ 6 മണി തൊട്ട് ഒരു 7:30 വരെ 1.5 മണിക്കൂർ നമ്മുടെ സ്വന്തം പഠനം, മാത്തമാറ്റിക്സ്. എന്തുകൊണ്ട് രാവിലെ മാത്തമാറ്റിക്സ് ഇട്ടു എന്ന് പറഞ്ഞാൽ, മാത്തമാറ്റിക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രഷ് മൈൻഡിൽ രാവിലെ ഇരുന്ന് പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റാണ് മാത്സ്. അപ്പൊ ഇപ്പൊ അടുത്ത് അവിടുന്ന് ഒരു ചോദ്യം വരും, സാർ ഞങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടല്ലോ. ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ആ ട്യൂഷൻ ക്ലാസ്സിൽ അന്ന് എന്ത് പഠിപ്പിക്കുന്നു അത് വൃത്തിക്ക് പഠിക്കുക. അതേ ഉള്ളൂ പറയാൻ. ഇപ്പൊ അന്ന് നിങ്ങൾക്ക് രാവിലെ ട്യൂഷനിൽ കെമിസ്ട്രി ആണ്, അന്ന് കെമിസ്ട്രി വൃത്തിക്ക് പഠിക്കുക. തൊട്ടടുത്ത ദിവസം ഫിസിക്സ് വരെ, അന്ന് ഫിസിക്സ് പഠിക്കുക. നിങ്ങൾ അങ്ങനെ പോകുന്ന കുട്ടികളാണെങ്കിൽ, അതല്ല വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഈ ടൈമിൽ ഈ സബ്ജക്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് വരുന്ന ടൈമിൽ 7:30 to 8:15 ബ്രേക്ക്ഫാസ്റ്റ്. ഈ സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഒരു ടൈമിംഗ് ഷെഡ്യൂൾ അപ്രോക്സിമേറ്റ് പറയുന്നതേ ഉള്ളൂ. ചില കുട്ടികൾക്ക് ചിലപ്പോൾ സ്കൂളിൽ 8 മണിക്ക് എത്തണമായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഇതിന്റെ ടൈമിംഗ് നോക്കുക. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുക. ഞാൻ സാധാരണ സ്കൂൾ ടൈം ഒരു 9 മണിക്ക് തുടങ്ങുന്നു, അല്ലെ 8:30 ഒരു സ്കൂൾ തുടങ്ങുന്നു, 4 മണിക്ക് സ്കൂൾ വിടുന്നു എന്ന രീതിയിലാണ് ഞാൻ ടൈം നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ ടൈമിങ്ങും മറ്റു സമയങ്ങളും അനുസരിച്ച് അത് പ്ലാൻ ചെയ്യുക. ക്ലിയർ? ഒരു 7:30 to 8:15 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവാനൊക്കെ പോയി സെറ്റായി 8:30 നമ്മൾ സ്കൂളിൽ എത്തുന്നു. 8:30 തൊട്ട് 4:30 വരെ സ്കൂളോ കോച്ചിങ് ക്ലാസ്സോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുക. അത് കഴിഞ്ഞ് 4:30 ക്ലാസ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 6 മണിക്കുള്ളിൽ നമ്മൾ വീട്ടിലെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ 6 മണിക്ക് വീട്ടിലെത്തുന്നവർ 6 തൊട്ട് 7:30 വരെ ഞാൻ അടുത്ത സബ്ജക്ട് ഫിസിക്സിനാണ് പ്രയോറിറ്റി കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, ഫ്രഷ് ആവണം. അങ്ങനെ 6-നെത്തി 7:30 വരെ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ ഉള്ള സമയമായിട്ട് മാറ്റാം. ഇനി സപ്പോസ് ചിലവർക്ക് ഇതേ സമയത്ത് ഈവനിങ്ങിൽ ഫിസിക്സ്, ഈവനിങ്ങിൽ ട്യൂഷൻ ഉള്ള കുട്ടികളായിരിക്കും. ഈവനിങ്ങിൽ ട്യൂഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് വൃത്തിക്കിരുന്ന് അങ്ങോട്ട് പഠിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഫിസിക്സ് തന്നെ പഠിക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ മാത്രമേ പോകുന്നുള്ളൂ. വേറെ ട്യൂഷൻ ഒന്നും പോകാത്തവർക്കാണ് ഞാൻ ഈ സജഷൻസ് പറയുന്നത്. വേറെ ട്യൂഷൻ പോകുന്നവരാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന സബ്ജക്ട് പ്രോപ്പറായിട്ട് പഠിക്കുക. പക്ഷെ ഞാൻ ആദ്യമേ അത് പറഞ്ഞു, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ നോക്കുക. പിന്നെ 7:30 to 8 നമ്മൾ ഡിന്നർ ടൈം വെച്ചു. ചിലപ്പോൾ ചിലർക്ക് ഇതേ സമയത്ത് ക്ലാസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ആ ടൈമിംഗ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 8 to 9:30 സെൽഫ് സ്റ്റഡി കെമിസ്ട്രിക്ക് വേണ്ടി കൊടുത്തു. 9:30 to 11 ഞാൻ സെൽഫ് സ്റ്റഡി ബയോളജി, നിങ്ങളുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്ക് വേണ്ടി കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം വരും, ഈ ഓരോരോ ദിവസം എന്താണ് പഠിക്കേണ്ടത്? നമുക്ക് 2 ഓപ്ഷൻ എടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ആ ടൈം ടേബിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഞാൻ ഈ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ടൈം ടേബിളിന് പ്രയോറിറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഉണ്ടല്ലോ, അന്ന് ഫിസിക്സ് ഒരു ദിവസം തന്നെ ഫിസിക്സ് എടുക്കും, കെമിസ്ട്രി എടുക്കും, മാത്സ് എടുക്കും, ബയോളജി എടുക്കും. ഈ പറഞ്ഞ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേറൊരു കോച്ചിങ് ആണ് കാണുന്നതെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ്, അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. എനിക്കറിയില്ല ഏത് വേണമെന്ന്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ സ്കൂളിന് പ്രയോറിറ്റി കൊടുക്കണ്ട ട്യൂഷന് പ്രയോറിറ്റി കൊടുക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികൾ തീരുമാനിക്കേണ്ടതാണ്. ഏത് ചാപ്റ്റർ പഠിക്കണം, ഏത് സബ്ജക്ട് പഠിക്കണം, ഏത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് എടുക്കണം, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്.
ആഫ്റ്റർ ഓൾ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. രാവിലെ ഒരു 5:30-6 മണിക്കെങ്കിലും എഴുന്നേറ്റ് പഠിച്ചു തുടങ്ങുക. രാത്രി 11 മണി വരെയെങ്കിലും പഠിക്കാനുള്ള ഒരു സമയം കാണിക്കുക. ഇൻ ബിറ്റ്വീൻ നമുക്ക് റിലാക്സ് ആവാനുള്ള ടൈമും നമ്മൾ കണ്ടെത്തണം ഉറപ്പായിട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി, 8 മണിക്ക് 8 തൊട്ട് 9:30 വരെ പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നെ 9:30 തൊട്ട് 11 മണി വരെ പഠിക്കാൻ പറഞ്ഞാൽ ഈ ബോർഡ് എക്സാമിൽ പഠിക്കുന്ന ഒറ്റ ഒരുത്തനും ഇത് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ 8 തൊട്ട് 9:30 എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 8 തൊട്ട് 9 മണി വരെയെങ്കിലും പഠിക്കാമല്ലോ. 9 തൊട്ട് 10 മണി വരെ ഇരുന്ന് ഉഴപ്പിയാലും കുഴപ്പമില്ല. പിന്നെ 10 തൊട്ട് 11 മണി വരെ ഒരു 1 അവരോട് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചാൽ മതി. മിനിമം അതെങ്കിലും കാണിക്കുക. നമുക്ക് ചെറുതീന്ന് തുടങ്ങാം. അല്ലാതെ കറക്റ്റ് എക്സാക്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾ തുടങ്ങണം എന്നൊന്നും അല്ല. എക്സാക്ട് ഇത് തന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല. പക്ഷെ ഒരു ആഫ്റ്റർ ഓൾ നമുക്കൊരു ഓവറോൾ ടൈം ടേബിൾ ഇങ്ങനെ എടുക്കാം. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരാം. അത് നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ടൈം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് പഠനം മാത്രം പോരാ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേണം. പിന്നെ തിങ്കൾ തൊട്ട് അങ്ങ് ശനിയാഴ്ച വരെയും എല്ലാ ദിവസവും ഇങ്ങനെ കിടന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ദിവസം നമ്മൾ പഠിച്ച് തിങ്കൾ പഠിച്ചു, ചൊവ്വ പഠിച്ചു, ബുധൻ പഠിച്ചു, വ്യാഴാഴ്ച ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കരാട്ടെ ക്ലാസ്സിന് പോകുന്നവരാണ്, അല്ലെങ്കിൽ തായ്ക്കൊണ്ടോ, ജൂഡോ, കുന്തവലും, അല്ലെങ്കിൽ പാട്ട് പാടാൻ പോകുന്നവർ, വയലിൻ വായിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. അതും വേണം, നമുക്ക് എല്ലാം വേണം. വെറും പഠിച്ച് മണ്ടന്മാരായിട്ടൊന്നും പുസ്തക പുഴുക്കായിട്ടൊന്നും ഒരു കാര്യമില്ല. പഠനവും വേണം, അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങളും വേണം. പക്ഷെ പഠനത്തിന് മെജോറിറ്റി ടൈം നിങ്ങൾ കൊടുക്കുക. ഓക്കെ. പക്ഷെ +2 കഴിഞ്ഞിട്ട് നീറ്റ് ജെഇ പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, +2 കഴിഞ്ഞിട്ട് നീറ്റ് ജെഇ പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി പഠനത്തിന് തന്നെ കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിലേക്ക് ഒരു വോയിസ് നോട്ട് ഇടാം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കോണ്ടന്റുകളൊക്കെ ഞാൻ ചെറിയ ഇതുപോലത്തെ മോട്ടിവേഷൻസ്, ട്രിക്സ്, ടിപ്സ് ഒക്കെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം രജീഷ്_രാധാകൃഷ്ണപിള്ള അതാണ് എൻ്റെ ഇൻസ്റ്റാ ID. നിങ്ങൾക്ക് അതും പോയി നോക്കാവുന്നതാണ്. വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഫോളോ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗുണകരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. കണ്ടന്റുകളായിട്ട് ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. അടുത്ത ദിവസം ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഓൾറെഡി തുടങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളംസിലോടെ അടുത്തൊരു ഫേസ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.